ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. The book of prophet Isaiah, chapter 24, verses 18 through 20. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊട്ടുന്നു, ഭൂമി കീറുന്നു, ഭൂമി കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കയും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ വേദഭാഗം ഉണ്ടായിരുന്നോ? അതുമായി വ്യത്യസ്തമായി വേറൊരു വേദഭാഗം കൂടെ വായിക്കുന്നു. 104-ാം സങ്കീർത്തനം 30-ാം വാക്യം. Psalm 104, verse 30. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിസ്ഥിതി ദിനമായി കൊണ്ടാടുന്ന ഈ നാളുകളിൽ ഈ പ്രകൃതിയെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, അതുമായുള്ള വിശ്വാസ ബന്ധത്തെക്കുറിച്ച് ചിന്തിപ്പാനും അതിൻ പ്രകാരം ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. അടുത്തിടെ നമ്മൾ മനോരമ പത്രം മറ്റ് മലയാള പത്രങ്ങളും വായിക്കുകയാണെങ്കിൽ ശ്രദ്ധയിൽ വന്നു കാണും, കേരളത്തിൻ്റെ മഹാകവി ONV കുറുപ്പ് 84 വർഷം പൂർത്തിയാക്കി എന്ന്. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ളത്. നമ്മുടെ സാജു അച്ഛനോ സുജിത്ത് അച്ഛനോ ആയിരുന്നെങ്കിൽ അത് പാടിയേനെ. ഞാൻ അത് പറയുകയാണ്. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടരുമ്പോൾ അതിൻ്റെ നിഴലിൽ ഭൂമി മൂർച്ഛിച്ച് മരവിക്കുമ്പോൾ മുണ്ടിത ശിരസ്കയായി, ഭൃഷ്ടയായി, വിധവയായി, നഷ്ടസന്താനയായി, ശൂന്യാകാശ പെരുവഴിയിൽ മാനഭംഗത്തിൻ്റെ മാറാപ്പും സന്താനപാപത്തിൻ്റെ വിഴുപ്പും പേറി അലഞ്ഞു നടക്കുമ്പോൾ, മരിക്കുമ്പോൾ ഭൂമിയുടെ മുഖത്ത് ഒരിറ്റ് മിഴിനീർ വാർത്ത് വിലപിക്കാൻ ആരും കാണില്ല, നമ്മളും ഉണ്ടാവില്ല എന്ന്. അത് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദോസ് ഹു ക്യാൻ സെർച്ച് ONV കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം, you can access the English translation also. അദ്ദേഹവും അതുപോലെയുള്ള അനേകം ശാസ്ത്രജ്ഞന്മാരും കവികളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും വേദപുസ്തകവും പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ പോയാൽ ഭൂമി മരിച്ചു പോകും എന്നാണ്. എന്നാൽ ഭൂമി മരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മാനഭംഗത്തിൻ്റെ മാറാപ്പും സന്താനപാപത്തിൻ്റെ വിഴുപ്പും പേറി മരിക്കുമ്പോൾ, മക്കൾ തല്ലിക്കൊല്ലുന്ന അമ്മയായിട്ടാണ്, മറ്റുള്ളവരാൽ മാനഭംഗപ്പെട്ട ഒരു സ്ത്രീയായിട്ടാണ് ONV ഭൂമിയെ വരച്ച് കാട്ടുന്നത്. മക്കളും തല്ലിക്കൊല്ലുകയും മറ്റുള്ളവർ മാനഭംഗപ്പെടുത്തുകയും ചെയ്ത് ഭൂമി മരിക്കുമ്പോൾ ആ ഭൂമിയുടെ മുഖത്ത് ഒരിറ്റ് മിഴുനീർ വാർത്ത് കരയുവാൻ നമ്മൾ ആരും ഉണ്ടാവില്ല എന്ന്. കാരണം അതിനു മുമ്പേ നമ്മളും തട്ടിപ്പോകും. ഇങ്ങനെ പോയാൽ ഭൂമി നിലനിൽക്കുകയില്ല, അതിൽ വസിക്കാൻ മനുഷ്യരും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലത്ത് ജീവിക്കുന്നു. പണ്ട് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു, ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ് എന്ന്. എന്നാൽ ഭൂമി കിടുകിട കിടുങ്ങുകയും
മത്തനെ പോലെ ചാഞ്ചാടുകയും നമ്മെ ചിലപ്പോഴെങ്കിലും വേറിട്ടുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉണർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് ഭൂമി ഒന്ന് കുലുങ്ങിയാൽ അതുവരെ കുലുങ്ങാതെ നിൽക്കുന്നവരൊക്കെ പൊടിഞ്ഞ് അകത്തായി പോകും എന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം. ഓൺലി ഇൻ സെക്കൻഡ്സ്. നേപ്പാളിൽ എത്ര സെക്കൻഡ്? 1 സെക്കൻഡ്, 1 മിനിറ്റ് ഒന്നും ഭൂമി കുലുങ്ങണ്ട. അപ്പോൾ ഭൂമിക്ക് അതിഭയങ്കരമായ ഭാരമായി മനുഷ്യർ തീരുന്ന ഒരു ലോകത്തിൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൊച്ചുവാചകങ്ങൾ. ഭൂമിയെ, പ്രകൃതിയെ ആദരിക്കുക, ഭൂമിയെ, പ്രകൃതിയെ ഉപചരിക്കുക, ഭൂമിയെ, പ്രകൃതിയെ സംരക്ഷിക്കുക. ഓണർ ദ ക്രിയേഷൻ, ഹാൻഡിൽ വിത്ത് കെയർ ആൻഡ് പ്രിസർവ്. വൈ ഷുഡ് വി ഓണർ ദ ക്രിയേഷൻ? നമ്മൾ എന്തിനാണ് പ്രകൃതിയെ ആദരിക്കേണ്ടത്? ഞാൻ വാക്കുകൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഭൂമിയെയും പ്രകൃതിയെയും ആരാധിക്കേണ്ടവരല്ല. ആരാധനയ്ക്ക് യോഗ്യനായവൻ ദൈവം മാത്രമാണ്. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗമാണ്, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. അപ്പോൾ ഭൂമിയോ പ്രകൃതിയോ നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ ഒന്നും ആരാധിക്കേണ്ട കാര്യങ്ങളല്ല, എന്നാൽ ആദരിക്കപ്പെടേണ്ടവയാണ്. We need not have to worship the creation, but we have to honor the creation. Why should we honor? ഒത്തിരി കാര്യങ്ങൾ പറയാം, എന്നാൽ 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. ഒന്ന്, because each one has intrinsic value. പ്രകൃതിക്ക് അതിൽ തന്നെ ഒരു വിലയുണ്ട്. നമ്മൾ പലപ്പോഴും ഭൂമിക്കും ഭൂമിയിലുള്ളതിനും പ്രകൃതിക്കും വിലയിടുന്നത് നമുക്ക് എന്തുമാത്രം പ്രയോജനമുണ്ട് എന്ന് നോക്കിയാണ്. നമുക്ക് പ്രയോജനമുള്ളതിന് നമ്മൾ വില കൊടുക്കുകയും നമുക്ക് പ്രയോജനമില്ലാത്തതിനെ നമ്മൾ വിലയില്ല എന്ന് കരുതുകയും ചെയ്യുമ്പോൾ വിലയിടാനുള്ള അധികാരം നമുക്കുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഭൂമിയിൽ പ്രകൃതിയെ വിലയിടുവാനുള്ള കുത്തക അവകാശം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടില്ല. ബിക്കോസ് we will have value only if you value the dust. മണ്ണിനും പൊടിക്കും വിലയുണ്ടെങ്കിലേ നമുക്ക് വിലയുള്ളൂ. കാരണം നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. എത്ര കൊലകൊമ്പനായാലും ഈ മണ്ണിൽ നിന്ന് എടുത്തിട്ടുള്ളവനാണെങ്കിൽ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. അതുകൊണ്ട് മണ്ണിന് വില കൊടുത്തിട്ടില്ലെങ്കിൽ മണ്ണിൽ നിന്നുണ്ടായതിനും വില ഇല്ല. അപ്പോൾ നമുക്ക് വില ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി അല്ല നമ്മൾ പ്രകൃതിക്ക് വിലയിടേണ്ടത്. എവറിഥിങ് ഹാസ് ഇൻട്രിൻസിക് വാല്യൂ ബിക്കോസ് ഗോഡ് ഹാഡ് സെഡ് സോ. ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു ഗുഡ്. ദൈവം നല്ലത് എന്ന് പറഞ്ഞതിനെ മോശം എന്ന് പറയാൻ, വിലയില്ല എന്ന് പറവാൻ നമുക്ക് അവകാശം ഇല്ല. സോ ഈച്ച് വൺ ഈസ് സർട്ടിഫൈഡ് ബൈ ദ മേക്കർ ആൻഡ് ഈച്ച് വൺ ഹാസ് ഗോട്ട് ഇൻട്രിൻസിക് വാല്യൂ. അതാണ് ഒരു കാരണം. രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. We have to honor creation because they are our worship partners. പ്രകൃതിയെ നമ്മൾ ആദരിക്കേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർ ആരാധനയിൽ നമ്മുടെ പങ്കാളികളാണ്. നമ്മുടെ വിചാരം നമ്മൾ മാത്രമേ ദൈവത്തെ ആരാധിക്കുന്നു എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ എഴുതപ്പെട്ട പുസ്തകം, വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം ദൈവത്തെ നിരന്തരമായി ആരാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് വേദപുസ്തകത്തിൻ്റെ സാക്ഷ്യം. നമ്മൾ ആരാധിക്കാത്തപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന വസ്തുക്കളാണ് ഈ ഭൂമി, പ്രകൃതി. They are our worship partners. They are inviting us to worship the Lord.
നമ്മുടെ വർഷിപ്പ് പാർട്ട്ണറിനെ നമ്മൾ ആദരിക്കണ്ടേ, നമ്മൾ ബഹുമാനിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആരാധനയുടെ ആരംഭത്തിൽ പറയുമ്പോൾ പറയാൻ ശ്രമിക്കുന്നത്, സ്വർഗാദി സ്വർഗങ്ങളും ഭൂമിയിലുള്ളതും ഭൂമിക്ക് അപ്പുറത്തുമുള്ളതുമായ ചരാചരങ്ങൾ, കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലവും ആരാധിക്കുന്ന യഹോവയെ നമുക്കും അവയോട് ചേർന്ന് ആരാധിക്കാം. നമ്മൾ കർട്ടൻ മാറ്റി അല്ലെങ്കിൽ കർട്ടൻ മാറ്റാതെ 17-ാം കീർത്തനം പാടി ശുശ്രൂഷ ആരംഭിക്കാം എന്ന് പറയുമ്പോൾ ഒരു ശുശ്രൂഷയും ആരംഭിക്കപ്പെടുന്നില്ല. നിരന്തരമായി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ. ആ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മളും ഈ പാട്ട് പാടി പ്രവേശിക്കുകയാണ്. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന ആരംഭിക്കുകയോ ആരാധന അവസാനിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സോ ദ ക്രിയേഷൻ ഈസ് വർഷിപ്പിംഗ് ഗോഡ് അൺസീസിംഗ്ലി. ദേ ആർ അവർ വർഷിപ്പ് പാർട്ട്നേഴ്സ്. സോ വി ഹാവ് ടു ഓണർ ദം. ഓണർ ദ ക്രിയേഷൻ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഹാൻഡിൽ വിത്ത് കെയർ. ഈ പ്രകൃതിയെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ, വളരെ കരുണയോടെ, കരുതലോടെ പരിപാലിക്കേണ്ട ഒന്നാണ്, ഉപചരിക്കേണ്ട ഒന്നാണ്. പ്രകൃതിയെ നമ്മൾ ആദരിക്കണം, പ്രകൃതിയെ നമ്മൾ ഉപചരിക്കണം. എന്തിനാണ് നമ്മൾ പ്രകൃതിയെ കരുതുന്നത്? നമ്മൾ എന്തിനാണ് മനിക്യൂറോ ഏതാണ്ട് സൂത്രമുണ്ടല്ലോ, എന്തോ അതിന് പറയുന്നത്. പിന്നെ ഈ കാലിനൊക്കെ കഴുകുന്ന എന്തോ നിങ്ങളൊക്കെ പറഞ്ഞു, എനിക്കറിയത്തില്ല. എന്തിനാ നമ്മൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഇത്ര കരുതലോടെ സൂക്ഷിക്കുന്നത്? കാരണം കാല് മുറിഞ്ഞാൽ തലവേദന ഉണ്ടാകും, ഇല്ലേ? തലവേദന ഉണ്ടായ ദേഹം മുഴുവൻ തളരും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തിനാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വി ആർ ഇന്റർ കണക്റ്റഡ്. ഒരിടത്ത് അടി കൊണ്ടാൽ അതിൻ്റെ വേദന മറ്റൊരിടത്തും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് ഇതിനെ എല്ലാം അങ്ങ് കൊന്നിട്ട് നമുക്ക് ജീവിക്കാം എന്നാണ്. അങ്ങനെ പറ്റില്ലല്ലോ. വി ഹാവ് ടു ഹാൻഡിൽ കെയർ വിത്ത് കെയർ ബിക്കോസ് വി ആർ ഇന്റർ കണക്റ്റഡ്. വി ആർ ഇന്റർ കണക്റ്റഡ്. ഈ ഭൂമിയിൽ എത്ര സ്പീഷീസ് ഉണ്ടെന്നാണ് നമ്മുടെ വിചാരം? 80 മില്യൺ. 80 മില്യൺ എന്ന് പറഞ്ഞാൽ 800 ലക്ഷം. 800 ലക്ഷം ജീവജാലങ്ങൾ ഉള്ളതിൽ ഒരാളാണ്